ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലോബൽ വില്ലേജ് ട്രിപ്പ് ചെറുതായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോയത് നമ്മുടെ ദീപാവലി ഡേയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ട് ചെറുതായിട്ട് കുറച്ചൊക്കെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഫയർ വർക്കും അതുപോലെ കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഫിലുവിൻ്റെയും ഫൈമോൻ്റെയും കുറേ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യലായിട്ട് ആക്ച്വലി ഫിലുക്ക് ശരിക്ക് നല്ല അത്ര ഹെൽത്തി ആയിരുന്നില്ല. ചെറുതായിട്ട് ഫീവറും കോഫൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പക്ഷെ ഇങ്ങനെ ഒരു പുറത്ത് ഔട്ടിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എത്ര കിടപ്പിലാണെങ്കിലും എണീറ്റ് വരും കേട്ടോ. അതൊക്കെ സഫർ ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഫിലുക്ക്. അപ്പോൾ പോണ വഴിക്ക് നല്ല രസമായിരുന്നു അവരെ ഫൺ ആക്ടിവിറ്റീസൊക്കെ. ആക്ച്വലി സെക്കൻഡ് ടൈമാണ് നമ്മൾ ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ വരുന്നത് കേട്ടോ. 2016 ഓർ 2017 നമ്മൾ ഫസ്റ്റായിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഇൻസൈഡ് വ്യൂവിനേക്കാളും അടിപൊളിയായിട്ട് ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, രാത്രിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അതാണ് അടിപൊളിയായിട്ട് ഉള്ളിൽ നിന്ന് കാണുന്നതിനേക്കാളും അടിപൊളിയായി തോന്നിയത് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ എത്തി. അപ്പോൾ നമ്മൾ നേരത്തെ ഓൺലൈൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൺലൈനിൽ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് അത് വേറെ തന്നെയാണ്. നമുക്ക് അവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പോയത്. പിന്നെ ദീപാവലി ഡേ ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ദീപാവലിൻ്റെ സ്പെഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കയറി. കുറേ സംഭവത്തിൻ്റെ പ്രൈസൊക്കെ ചോദിച്ചു. വാങ്ങാനുള്ള ഉദ്ദേശമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ അടിപൊളി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസും ബാഗ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കാണാൻ, അടിപൊളിയായിരുന്നു. വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഒരുപാട് സംഭവം കൾച്ചറൽ ഡ്രസ്സുകളും അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഇന്ത്യയിൽ നമ്മൾ കയറിയപ്പോൾ കണ്ടത്. വീഡിയോയിൽ അങ്ങനെ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ചൈനയിൽ കയറി. ഇന്ത്യയിൽ നമ്മൾ ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ചൈനയിൽ പിന്നെ നമുക്കറിയാമല്ലോ, എല്ലാ ഫീൽഡിലും വെറൈറ്റീസ് സൃഷ്ടിക്കുന്ന ആളുകളാണല്ലോ ചൈന പീപ്പിൾസും. അതുപോലെ തന്നെ കളക്ഷൻ എല്ലാ ഐറ്റംസിലും, ഇപ്പം ബാഗ്, മറ്റേ ആക്സസറീസ്, അതുപോലെ അവരുടേതായിട്ടുള്ള കൾച്ചറൽ സംഭവങ്ങളും എല്ലാത്തിലും വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റീസ് ഒരുപാടുണ്ടായിരുന്നു. അവരുടെ മറ്റേ സ്ലോ മോഷൻ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. ചൈനയിലെ ക്യൂട്ട് ഗേൾസിൻ്റെ സ്ലോ ഡാൻസാണ് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡാക്കിയതാണ്. അപ്പം ഇത് സ്പീഡ് ഡാൻസാണെന്ന് വിചാരിക്കേണ്ട, ക്യൂട്ടായിട്ടുള്ള സ്ലോ ഡാൻസ് തന്നെയായിരുന്നു. ചൈനയിൽ നിന്ന് നമ്മൾ ഒരുപാട് ഹിറ്റായിട്ടുള്ള വൈറലായിട്ടുള്ള ആ ഐസ്ക്രീം ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ മറ്റേ നമ്മളെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഒത്തിരി അങ്ങ് ഹൈപ്പായിട്ടുള്ള ടേസ്റ്റൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ഐസ്ക്രീമായിരുന്നു അത്. ചൈനയിൽ നിന്ന് അത് ട്രൈ ചെയ്തു. അങ്ങനെ ചൈന കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചൈനയുടെ അടുത്തുള്ളത് പിന്നെ ഒമാനായിരുന്നു. ഒമാനിൽ കയറി കേട്ടോ. ഒമാനിൽ കയറിയ ഉടനെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സ്കിൽ തന്നെയാണ് കേട്ടോ. ഒരു അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ഒരാൾ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പഴയ ഓട്ടുപാത്രങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, അതിലൊക്കെ ഡിസൈൻ ചെയ്യുന്നത് വേറെ മെഷീൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എഫേർട്ട് എടുത്തിട്ട് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സ്കിൽ തന്നെയാണ് കേട്ടോ. അത് വാങ്ങിക്കാനായിട്ട് ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒമാനികളുടെ ഒരു ട്രഡീഷണൽ കൾച്ചർ ആയിരിക്കാം അവരുടെ ഒരു പാട്ട് കച്ചേരി, നമ്മളെ നാട്ടിലെ പാട്ട് കച്ചേരി പോലത്തെ ഒരു സംഭവം. ഒരുപാട് ഒമാനികൾ അവിടെ അത് ലിസൺ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും അതിൽ കുറച്ച് ടൈം നമ്മൾ പങ്കെടുത്തു. പിന്നെ അവിടുന്ന് നമ്മൾ പൊട്ടറ്റോ ട്വിസ്റ്റർ ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിലുക്കും ഫൈമാൻക്കും ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ അവരല്ല കഴിച്ചത്, നമ്മളാണ് കഴിച്ചത്. പിന്നെ വിചാരിച്ച പോലെ ക്രിസ്പി ആയിരുന്നില്ല, അത്ര ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് തായ്ലൻഡിലേക്കായിരുന്നു കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ 2016 ഓർ 17 വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അന്നേരം നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ രാജ്യത്തിലേയും പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ വന്നപ്പോൾ നമ്മളങ്ങനെ എല്ലാത്തിലൊന്നും കയറിയിട്ടില്ല. ജസ്റ്റ് കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ജസ്റ്റ് വന്നതാണ്. അവർ ടയേർഡാവുന്നത് വരെ നമ്മൾ പറ്റുന്ന അത്രയൊക്കെ ഒന്ന് കവർ ചെയ്തു. പിന്നെ മാക്സിമം നമുക്ക് ഫുഡ് ട്രൈ ചെയ്യാനെന്നുള്ള ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഉണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. തായ്ലൻഡിൽ പ്ലേ ഏരിയ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ബാൻഡ് മേളം പോലത്തെ ഒരു സംഭവം, അവരുടെ ട്രഡീഷണൽ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. എനിവേ വൺ ടൈമെങ്കിലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സംഭവമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാ വർഷം ഏകദേശം ഒരു പ്രോഗ്രാമും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്ലേ ഏരിയയിൽ നമുക്ക് കുട്ടികൾക്ക് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു പ്ലേ ഏരിയ. പിന്നെ അതുപോലെ തന്നെ ഓരോ കോർണർ ഉണ്ടായിരുന്നു, നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല അഡൾട്ടിന് ട്രൈ ചെയ്യാനുള്ള. അപ്പം ഇത് ഒരു ഫ്രോഗിനെ ആ ഒരു ഇതിലേക്ക് വീഴ്ത്തുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം കേട്ടോ. കറക്റ്റായിട്ട് നമ്മളതിൽ വീഴ്ത്തിയാലേ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അഡൾട്ടിൻ്റെ വേറെയും ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പ്ലേ ഏരിയ കഴിഞ്ഞ് നേരെ പോയാൽ നമുക്കൊരു ഗോസ്റ്റ് ഹൗസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു വീടിൻ്റെ ഉള്ളിൽ നമ്മൾ പേടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അതിന് സ്പെഷ്യൽ കാർഡ് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. പക്ഷെ നമ്മളതിൽ കയറിയിട്ടില്ല. പുറത്തുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. അതന്നെ അത്യാവശ്യം പേടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. അതിൻ്റെ പുറത്തുനിന്ന് ആ ഒരു വീടിൻ്റെ പുറത്ത് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ഡ്രാക്കുള പോലത്തെ ഒരു സംഭവം വരുന്നതൊക്കെ അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ പോയാൽ അത്യാവശ്യം നമ്മളും പേടിക്കും. പിന്നെ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ യൂസ് ചെയ്തിരുന്ന ഒരു പല കളേഴ്സും എഴുതാൻ പറ്റുന്ന ഒരു പേന ഉണ്ടല്ലോ, അതവിടെ കണ്ടപ്പോൾ ശരിക്കും ചൈൽഡ്ഹുഡ് ഓർമ്മ വന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡേ ടു ഡേയിലൊന്നും ഇത് കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ ഫസ്റ്റ് ഇവയിൽ കാണുന്നത് ഇവിടുന്ന. പിന്നെ നമ്മൾ ദീപാവലി ഡേയിൽ 12 മണിയായപ്പം അവിടുത്തെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം ടൈം കാണാനുള്ളതുണ്ടായിരുന്നു കേട്ടോ ഫയർ വർക്ക്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത്യാവശ്യം വിശപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുഡ് കോർണറിലൊന്ന് എൻട്രി ചെയ്തു. അപ്പോഴാണ് ശരിക്കും ഗ്ലോബൽ വില്ലേജിലെ ക്രൗഡ് എവിടെയാണെന്ന് മനസ്സിലായത്. അവിടെയാണ് ശരിക്കും ക്രൗഡ് ഉണ്ടായിരുന്നത്. ഇത്രയും ഗ്ലോബൽ വില്ലേജിൽ നടന്നിട്ട് നമുക്ക് ഇത്ര ക്രൗഡ് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അങ്ങനെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് നമ്മൾ ട്രൈ ചെയ്തു. കുറച്ച് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള എന്തോ നെയിം ഓർമ്മയില്ല. നല്ല ടേസ്റ്റി ആയിരുന്നു സംഭവം, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബീഫ് സ്റ്റേക്കും അതുപോലെ കുബൂസൊക്കെ മിക്സ് ചെയ്ത് ഒലീവൊക്കെ മിക്സ് ചെയ്ത് നല്ല ഒട്ടും സ്പൈസി അല്ല കേട്ടോ. ഇവരുടെ ഫുഡൊന്നും ഈ അറബിക് ഫുഡൊന്നും സ്പൈസി അല്ലല്ലോ. അപ്പോൾ ഒട്ടും സ്പൈസി അല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടമായി സ്പൈസി അല്ലാത്തതുകൊണ്ട്. അടിപൊളിയായിരുന്നു ഫുഡ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നടന്ന് അവിടെയൊക്കെ കുറച്ച് ടൈം നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡാൻസ് പ്രോഗ്രാം കാണാൻ വേണ്ടി പോയി. ഡാൻസ് പ്രോഗ്രാം ഏകദേശം ഒരു അത്യാവശ്യം ടൈമുണ്ട്, ഒരു 1 hour അടുത്തുണ്ടായിട്ടുണ്ടാകും. നമ്മളൊരു 15 മിനിറ്റ് വരെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ വാട്ടർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫൈമോനക്ക് അതിൽ കയറാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിൽ കയറാൻ പറ്റിയിട്ടില്ല. ഫിലു പിന്നെ സിക്കായതുകൊണ്ട് അതിൽ പോയില്ല. പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു സ്വീറ്റ് നമ്മൾ അവിടെ തന്നെ ലൈവായിട്ട് കുക്ക് ചെയ്ത് തരുന്ന ലുക്കിമാത്ത് ഉണ്ടായിരുന്നു, അത് വാങ്ങി കഴിച്ചു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒറ്റ വരവിലെല്ലാം കൂടി നടന്നില്ല. അത്യാവശ്യം വയറൊക്കെ ഫുള്ളായി. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു ടൈം വരാം ഫുഡൊക്കെ ഇനി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.